കുമരകത്ത് മൺസൂൺ ടൂറിസത്തിനെത്തുന്നവരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായിരിക്കുകയാണ്. ഇതോടെ ഹൗസ് ബോട്ട് ടൂറിസം സ്തംഭനാവസ്ഥയിലായിരിക്കുന്നു. എന്തായാലും ഇതിനിടെ ഈ ഹൗസ് ബോട്ടുകൾക്ക് പഞ്ചായത്ത് ലൈസൻസ് നിർബന്ധമാക്കാനുള്ള ഒരു തീരുമാനം വന്നിട്ടുണ്ട്. ആ ഒരു തീരുമാനം ഈ മേഖലയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും എന്നുള്ളതാണ് ഇപ്പോൾ ബോട്ടുടമകൾ പറയുന്നത്. ഡിസംബർ ജനുവരി മാസങ്ങളിലും മൺസൂൺ സീസണിലുമാണ് കുമരകത്തേക്ക് മുമ്പ് ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തിയിരുന്നത്. G20 ഷെർപ്പ മീറ്റ് പോലുള്ള പരിപാടികൾക്ക് കുമരകം വേദിയായെങ്കിലും ടൂറിസം രംഗത്ത് വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. ഹൗസ് ബോട്ടുകളിലും ശിക്കാരവള്ളങ്ങളിലുമൊക്കെ വേമ്പനാട്ട് കായലിലൂടെയും ഉൾനാടൻ ജലാശയങ്ങളിലൂടെയുമുള്ള യാത്രയാണ് കുമരകത്തെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്ന്. എന്നാൽ സഞ്ചാരികളുടെ വരവ് കുറഞ്ഞതോടെ ഹൗസ് ബോട്ട് മേഖല വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. ഇങ്ങോട്ട് സഞ്ചാരികളുടെ വരവ് കുറവാണ്. അപ്പോൾ ഹൗസ് ബോട്ടെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ ആദ്യമേ അവരുടെ മനസ്സിലേക്ക് വരുന്നത് ആലപ്പുഴയാണ് വരുന്നത്. കുമരകമൊന്നും അവർക്ക് വരാറില്ല. പക്ഷേ ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ കുമരകമായിരുന്നു ഇൻ്റർനാഷണൽ ലെവലിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരു ടൂറിസം സ്പോട്ട് എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് അതൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. കുമരകം എന്ന് പറയുമ്പോൾ തന്നെ വരുന്ന സഞ്ചാരികൾക്ക് ഞങ്ങൾ അങ്ങോട്ടില്ല, ഞങ്ങൾക്ക് ആലപ്പുഴ മതിയെന്നൊക്കെയാണ് പറയുന്നത്. പോർട്ട് ലൈസൻസ്, മലിനീകരണ നിയന്ത്രണ ബോർഡ് സർട്ടിഫിക്കറ്റ്, ഫയർ ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ്, ഇൻഷുറൻസ് തുടങ്ങി വിവിധ ഇനങ്ങളിലായി വർഷം തോറും വലിയ മുതൽ മുടക്കാണ് ഈ മേഖലയിൽ വേണ്ടിവരുന്നത്. ഇത്തരം പ്രതിസന്ധികൾക്കിടയിലാണ് പഞ്ചായത്ത് ലൈസൻസ് എന്നൊരു അധിക ഭാരം. പൊല്യൂഷൻ്റെ ഒക്കെ എമൗണ്ട് എന്ന് പറയുന്നത് ഗവൺമെൻറ് ബോട്ടിനൊരു വില നിശ്ചയിച്ചിട്ട് അതിന് ഇത്ര % അടയ്ക്കുന്നത്. അത് ഏകദേശം ഒരു ബോട്ടിന് അത് 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഒരു വർഷം അതിന് തന്നെ വരും. പിന്നെ ഇത് കൂടാതെ സീവേജ്, എല്ലാ മാസവും സീവേജ് എടുക്കുന്നതിന് 1000 രൂപ വെച്ച് DTPCയിൽ അടയ്ക്കണം. അത് എടുത്താലും ഇല്ലല്ലോ നമ്മൾ ചെയ്യണം. അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള ഫീസുകൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇൻഷുറൻസ്, വലിയൊരു ഇൻഷുറൻസ് ഭയങ്കര എമൗണ്ട് വരുന്നത്. അതുകൂടാതെയാണ് ഇപ്പോൾ പഞ്ചായത്ത് അവിടെ രജിസ്ട്രേഷൻ എടുക്കണമെന്ന് പറയുന്നത്. 2025 ഓഗസ്റ്റിലെ പഞ്ചായത്ത് ലൈസൻസ് സംബന്ധിച്ച സർക്കാർ ഉത്തരവ് പ്രകാരമാണ് പുതിയ ലൈസൻസിംഗ് സമ്പ്രദായം കൂടി ഹൗസ് ബോട്ടുകൾക്ക് നിലവിൽ വരുന്നത്. ഹൗസ് ബോട്ടുകളുടെ തരം അനുസരിച്ച് 1000 മുതൽ 2000 രൂപ വരെയാണ് ഫീസ് ഈടാക്കുന്നതെങ്കിലും ഹൗസ് ബോട്ടിംഗ് മേഖലയ്ക്കായി പഞ്ചായത്തുകളുടെ ഭാഗത്തു നിന്നും ഒരു സേവനവും ലഭ്യമാകുന്നില്ലെന്ന് ബോട്ടുടമകൾ ചൂണ്ടിക്കാട്ടുന്നു. ബോട്ടുകൾ സർവീസ് നടത്തുന്ന ജലാശയങ്ങളുടെ ആഴം കൂട്ടുന്നതിനോ പോളയും മരക്കുറ്റികളും അടക്കം ജലപാതകളിലെ തടസ്സങ്ങൾ നീക്കുന്നതിനോ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു സേവനവും ലഭിക്കാറില്ല. ഇവിടെ ഈ കായലിൻ്റെ നമ്മൾ ഇറങ്ങുന്ന ആ പ്രദേശം മൊത്തം പൊങ്ങിക്കിടക്കുകയാണ്. പിന്നെ ഇവിടെ തന്നെ ഈ കായലിൻ്റെ പല സ്ഥലങ്ങളിലായിട്ട് പഴയ കുറ്റികൾ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. ഇതൊന്നും പരിഹരിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ അതുപോലെ തന്നെ പഞ്ചായത്തുകളുടെ ഭാഗത്തു നിന്നോ ഒരു നടപടികളും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ലൈസൻസ് നിർബന്ധമാക്കിക്കൊണ്ടുള്ള നോട്ടീസ് ഇനിയും ബോട്ടുടമകൾക്ക് ലഭിച്ചിട്ടില്ല. പഞ്ചായത്ത് ഏർപ്പെടുത്തുന്ന ലൈസൻസ് ഫീസ് വലിയ തുകയല്ലെങ്കിൽ അടയ്ക്കുന്നതിന് എതിരല്ലെന്നും എന്നാൽ ടൂറിസം മേഖലയ്ക്ക് ഗുണകരമാകുന്ന പദ്ധതികൾ നടപ്പാക്കാൻ പഞ്ചായത്തുകൾ തയ്യാറാകണമെന്നും ബോട്ടുടമകൾ ആവശ്യപ്പെട്ടു. അമൃത ന്യൂസ്, കോട്ടയം.